അപ്പൊ ഞാൻ ദൈന്ന് ഒറ്റയ്ക്ക് ഒരു സ്ഥലം വരെ പോവാട്ടാ. പോണത് മാത്രമല്ല ഒറ്റയ്ക്ക് അവിടെ കുറെ പേരുണ്ട്. അപ്പൊ അതേ ഫസ്റ്റ് തന്നെ ശക്തനിൽ വന്നിട്ടാട്ടോ ബസ് കയറിയത്. ബസ്സിലാണെങ്കിൽ ഒരു മനുഷ്യനില്ല. അതുകൊണ്ട് കണ്ടക്ടറോട് ഞാൻ 2 പ്രാവശ്യം ചോദിച്ചു, ചേട്ടാ ഇതിപ്പോ എടുക്കില്ലേന്ന്. കാരണം ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്കൊരു 100 ഡൗട്ട് ഉണ്ടാവല്ലോ. അവിടെ ഇരുന്ന് ഞാൻ ചിന്തിക്കണത് അത് തന്നെയാണ്. കുറെ നേരം കണ്ടാട്ടാ ബസ്സിൽ ആൾക്കാരൊക്കെ വന്ന് ബസ് എടുത്തത്. പിന്നെ ഗൂഗിൾ മാപ്പ് ഒക്കെ ഞാൻ ഇട്ടുണ്ടായിരുന്ന ഒരു ആശ്വാസത്തിന്. അങ്ങനെ ഞാൻ എത്തിയിട്ട് അപ്പൊ ഞാൻ എത്തിയത് വേറെ എവിടെയല്ല, കുറ്റിപ്പുറത്തേക്കാണ്. അവിടെ ലിയ മോളുടെ വീട്ടിലേക്ക് വിളിച്ചിട്ടാ. അവിടെ എത്തി അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴും ഞാൻ ചിന്തിക്കണം ഇതന്നെയല്ലേ ഞാൻ വരുന്ന സ്ഥലം എന്നാ. ഞാൻ ബസ്സിലിരുന്ന് കുറഞ്ഞത് ഒരു 3-4 പ്രാവശ്യം അവളെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നുണ്ട്. എടി ഇത് നിന്റെ അവിടേക്കുള്ള സ്റ്റോപ്പല്ലേ, ഇതാ വഴിയല്ലേ എന്ന് ചോദിച്ചിട്ട്. അവിടെ ചെന്നപ്പോൾ മോള് വേഗം ഞങ്ങൾക്ക് ചായയും കാര്യങ്ങളൊക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ബസ്സിൽ വന്ന ക്ഷീണമൊക്കെ ചായ കുടിച്ച് മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ 4 ആൾ കൂടിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാനും നോക്കാനും ഞങ്ങൾക്ക് നേരം ഉണ്ടാവുള്ളൂ. പിന്നെ എത്തിയപ്പോൾ ഏകദേശം ഉച്ചയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇതേ ഫുഡും കഴിച്ചു. ഒരു അടിപൊളി ബിരിയാണി ആട്ടോ മോള് സെറ്റ് ചെയ്തിട്ടുണ്ടായത്. അപ്പൊ ബിരിയാണിയും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെയും കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ തിരിച്ചു. ഞാൻ വേഗം അവിടെ നിന്ന് ഒരു ബസ്സിന്റെ ഫ്രണ്ടിൽ തന്നെ കയറി ഇരുന്നുണ്ട്. പിന്നെ അതേ നമ്മുടെ ശോഭയുടെ അവിടെയൊക്കെ സ്ഥിരമുള്ള ബ്ലോക്കും കിട്ടി. അങ്ങനെ അവസാനം വീണ്ടും ശക്തൻ സ്റ്റാൻഡിൽ എത്തി ഞാൻ വീട്ടിൽ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോസ് ചാനൽ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.